ഹലോ ഹലോ, മാനാർമത്തായി സ്പീക്കിംഗ്. ഉർമി സ്തംഭാനില്ലേ? ഉർമി സ്തംഭാൻ. ഉറുമി സ്തംഭാനോ? ഏത് ഉറുമി സ്തംഭാൻ? ഇത് ഉറുമി സ്തംഭാന്റെ വീടല്ല. ഉർമി സ്തംഭാൻ വീട്ടിലില്ലേ? എവിടെ പോയി? ഓ, ഇത് വലിയ ശല്യായല്ലോ മാതാവേ. എന്താ? ഒന്നുമില്ല, ഞാനിത് മാതാവിനോട് പറഞ്ഞതാ. ആഹാ, ഇത് നാടക ബുക്കിംഗ് ഓഫീസാ. ആരാ സംസാരിക്കുന്നേ? ബുക്കിംഗ് ഏജന്റ് മാന്നാർ മത്തായി. ഉറുമി സ്തംഭാൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ ഇല്ല. ഹലോ, ഓ, ഇന്റെ ഓ ഓ, ഹലോ, ഹലോ, ഉർമി സ്തംഭാൻ ഉണ്ടോ? ഉറുമി സ്തംഭാനോ? ആ, കുറച്ചു നേരത്തെ ചത്തുപോയല്ലോ. എപ്പോ? ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. എന്തേ, വലുതും പറയാനുണ്ടാ? പിന്നെ നമ്പർ നോക്കിയിടാ പന്നി. എന്താണാവോ? മാന്നാർമത്തായി അല്ലേ? അല്ല, ഉറുമി സ്തംഭാൻ. എന്താ സംശയം ഉണ്ടാ? എന്തേ? മത്തായിച്ചിട്ട് ഉണ്ടോന്ന് അറിയാൻ വന്നതാ. ഇല്ല, ഉണ്ടില്ല. ഉണ്ണാൻ പോണേ ഉള്ളൂ. ഉണ്ണണാ? എനിക്ക് മത്തായിച്ചിട്ടിനെ ഒന്ന് കാണണമായിരുന്നു. താൻ കാര്യം പറയടോ. താമസിക്കാൻ ഒരു മുറി കിട്ടുമെന്ന് അറിയാൻ വന്നതാ. അയ്യോ, വാ ഇരിക്കി. പറയണ്ടേ? ദാ, ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത് താമസിക്കാൻ ഒരു മുറിക്കുക. ഇന്ന് നേരം എടുത്തിട്ട് 3ാമത്തെ ആളാ താൻ. നമ്മുടെ സ്ഥലം എവിടെയാ? ചെറുപ്പുളശ്ശേരി. ആ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടാട്ടാ. ആ, എന്നത്തേക്കാ? കുറച്ചു ദിവസം വേണം. കുറച്ച് ദിവസം? അതിന്റെ സ്ഥിരം വേരിയ? അപ്പോഴും ഉണ്ടാവില്ല. ഞാൻ വേണേ കാഴ്ചകളവ് തരാം. ഏ, ഉഗ്രൻ സാധനാണ്. കാഴ്ചബംഗ്ലാവോ? ക്ലീൻ സാധനം. അയ്യോ ചേട്ടാ, ഈ കാഴ്ചബംഗ്ലാവിലൊക്കെ എങ്ങനെ കിടക്കുക? ദേ, ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ മുറി കിട്ടിയാലും മതി. ഈ പെട്ടിയൊക്കെ ഒന്ന് വെക്കണം, രാത്രി ഒന്ന് ഉറങ്ങണം. ഉറങ്ങാനാ? ആർക്കുറങ്ങാൻ? എനിക്ക്. ആ, അപ്പൊ നീ നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ല? അല്ല. ആ, എവിടെ സ്ഥലം എന്ന് പറഞ്ഞേ? ചെറുപ്പുളശ്ശേരി. ചെർപ്പളശ്ശേരി. ആ. ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടാവുന്നു. ചെർപ്പളശ്ശേരിക്കാരൻ എനിക്ക്. ഏ, എനിക്കിരാ. മത്തായിച്ചേട്ടാ, എനിക്ക്. മത്തായിച്ചേട്ടാ. എന്താ നീ കരുതിയേ? ഇത് ലോഡ്ജാണെന്ന് വിചാരിച്ചോ? ഉർവശി തീറ്റേഴ്സ് പൊളിഞ്ഞെന്നും പാളീസായെന്നും ഇവിടെ കുറെ തെണ്ടികൾ പറഞ്ഞു നോക്കുന്നുണ്ട്. ഇത് ലോഡ്ജാക്കേണ്ട ഗതികേടൊന്നും മത്തായിക്ക് വന്നിട്ടില്ല. നീ സ്ഥലം കാലിയാക്ക്. മത്തായിച്ചേട്ടാ, കുരീച്ചൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. കുര്യച്ചനോ? അതേതാടാ കുരിച്ച്? ആ ഹോട്ടലെടുത്തുന്ന കുരീച്ചൻ. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? ആ പറഞ്ഞു. എന്താ പറഞ്ഞേ? മത്തായിച്ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന്. വിഷമം പറഞ്ഞാ മതി, മത്തായിച്ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? അല്ല, പിന്നെ? ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ. ജോലി കിട്ടുന്നവരെ ലോഡ്ജിൽ തങ്ങാനും ഹോട്ടലിൽ നിന്ന് കഴിക്കാനും ഒന്നും എന്റെ ഈ പണം തികയില്ല. 2 ദിവസം കുരീച്ചന്റെ കൂടെ ആയിരുന്നു. ഇപ്പോ ഇവിടെ താമസിക്കാൻ ഇടം തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല. ഒരു സമാധാനം കിട്ടില്ല. ഞാനായിട്ട് മത്തായിച്ചേട്ടന് ഒരു സമാധാനക്കേടും ഉണ്ടാക്കില്ല, സത്യം. മുറി ഞാൻ തരാം. പക്ഷെ എനിക്ക് വാടക തരണം. മാസം 30 രൂപ തരാം. വാടക എനിക്ക് ആവശ്യമായിട്ടല്ല. ഇല്ലെങ്കിൽ ഈ വീട് നിന്റെ സ്വന്തമാണെന്ന് നിനക്ക് തോന്നും അല്ലേ? എന്താ ഞാൻ എടുക്കണ? വേണം, ഞാൻ എടുത്തോളാം. വാ. പണ്ട് മിശിഹായ കുരിശി തറച്ചപ്പോ കുരിശി മിശിഹായോട് കംപ്ലൈന്റ് പറഞ്ഞു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട കർത്താവെ എന്റെ മേലിങ്ങനെ ആനയടിച്ചു കയറ്റണേ? അതുപോലെ നീ ഇപ്പൊ എനിക്കൊരു കുരിശ. എന്നെ കൊണ്ട് അധികം കാലം ഇത് ചുമപ്പിക്കരുത്. ഇല്ല. ഇതാണ് നിന്റെ മുറി. അയ്യോ, ഇതൊക്കെ എന്താ? ഒക്കെ എന്റെ നാടകത്തിന്റെ സാധനങ്ങളാ. ഒന്നും നശിപ്പിക്കരുത്. അടുത്ത വർഷമെങ്കിലും തട്ടേ കയറേണ്ടതാ. ദേ, ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും സുഖമായിട്ട് കിടന്നു. ഇതിനകത്ത് വല്ല പാമ്പും ഉണ്ടാവോ? ഏയ്, അതെ, നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. ഒന്നും ഉണ്ടായിട്ടല്ല. ആ, ഇതാണ് നമ്മുടെ അടുക്കള. ആ. കൃത്യമായിട്ട് വലിയ പണിയൊന്നും ഉണ്ടാവാറില്ല. ആ, ഇനി നമുക്ക് ഉഷാറാക്കാം. ദേ, ഇതൊരു കോഴി. ഇവിടത്തെ അല്ല, അയൽവക്കത്തെ. മുട്ടയിടാൻ ഇവിടെ വരും. ആ, അടുക്കളയെ പറ്റി ഏകദേശം രൂപം കിട്ടിയല്ലോ. ആ. ഇതാണ് അരയ്ക്കാനും പിടിക്കാനുള്ള സ്ഥലം. അരയ്ക്കാനൊക്കെ അറിയാലോ? ഏയ്, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഇതാണ് കിണർ. കുടിക്കാനും കുളിക്കാനും ഒക്കെ ഇരുന്ന. അയ്യോ, ഭയങ്കര ആഴമാണല്ലോ ചേട്ടാ. ഇറങ്ങി കുളിക്കൊന്നും വേണ്ട, ഏ, കോരി കുളിച്ചാ മതി. ഇതാണ് കക്കു. നിനക്കൊന്ന് തള്ളി പിടിച്ചിരുന്നു റപ്പോത്തെ. ഏത് നേരം ഇതിന്റെ അകത്താ. നിനക്ക് പാട്ട് പാടാൻ അറിയോ? ഇല്ല. ഇതിന്റെ അകത്തിരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ പാട്ട് പാടണം, അല്ലെങ്കിൽ തള്ളി പിടിക്കണം. കൊളുത്തില്ല. കൊളുത്തില്ലെന്ന്. ആ ബസ് എന്താ അങ്ങനെ ഇട്ടേക്കുന്നേ? പിന്നെ ബസ് ഇങ്ങനെ മറച്ചിടണ. താൻ എന്തിനാ എന്റെ പിന്നാലെ നടക്കണേ? താൻ തന്റെ മുറി പോയിട്ട് വൃത്തിയാക്കടോ. ഇങ്ങനെ മറച്ചിടണോ അങ്ങനെ മറച്ചിടണോ? ഞാൻ ചിലപ്പോ കുഴിച്ചു മൂടും.
നേരമായി ആ വാതിൽ ഒരു കൊളുത്ത് വെച്ചൂടെ? പിന്നെ ഗജനാവല്ലേ, കുറ്റിയും കൊളുത്തും മേഴ് പൂട്ടിട്ട് പൂട്ടാൻ. പിന്നെ ഈ നാടകം ബുക്ക് ചെയ്യാൻ വരുന്നതൊക്കെ കക്കൂസിലോട്ട് വിളിച്ചോണ്ട് വരുന്ന എന്തിനാ? നാടകം ബുക്ക് ചെയ്യാനോ? അവനിവിടെ താമസിക്കാൻ വന്ന പുതിയ ആളാ. നിന്നെ പോലെ ജോലിയും പണിയില്ലാത്ത ഒരു അലവലാതി. എടാ എടാ, ഈ പിശാചാണ് ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത്. പിശാച? ഏത് പിശാച്? മത്തായിച്ചേട്ടാ, ഇവൻ കള്ളനാണ്, പോക്കറ്റടിക്കാരൻ. മത്തായിച്ചേട്ടാ, ഇവൻ ആള് തെറ്റിയതാ. മിണ്ടരുത്. ഇപ്പം ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. ഇറങ്ങണം. അത് മത്തായിച്ചേട്ടൻ പറയട്ടെ. മത്തായിച്ചേട്ടൻ പറഞ്ഞാലേ നീ ഇറങ്ങത്തോളാ. അതല്ലേ എന്റെ ശരി. ആ ഇങ്ങോട്ട് പറയേ, നീ ഇവിടുന്ന് ഇറങ്ങും, ഞാൻ നോക്കട്ടെ. മത്തായിച്ചേട്ടാ, സത്യമായിട്ടും എന്റെ അമ്മയാണ് സത്യം. അവൻ പറയുന്നല്ലോ ഞാൻ പോക്കറ്റടിക്കാരനോ കള്ളനോ ഒന്നുമല്ല. മത്തായിച്ചേട്ടനെ പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ എനിക്ക് മത്തായിച്ചേട്ടൻ. ഞാൻ ഒരു കള്ളനായിരുന്നെങ്കിൽ ഒരു ജോലി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുവോ? ഇവിടെ വന്നിങ്ങനെ കിടക്കുവോ? അവന്റെ ഒരു പെട്ടി ഏതെങ്കിലും പാവങ്ങളെ പിടിച്ചു കുറച്ചായിരിക്കും. കള്ളൻ, അവന്റെ ഒരു സഞ്ചി. ഇറങ്ങിപ്പോടാ. ഗോപാലകൃഷ്ണൻ, നീ എന്തായി മത്തായിച്ചൻ ഒരു അക്ഷരം പറയരുത്. ഒരക്ഷരോ? ഏതക്ഷരം? മത്തായിച്ചൻ ഈ പ്രശ്നത്തിനകത്ത് ഇടപെടണ്ടെന്ന്. വേണ്ടേ? വേണ്ട. നിന്ന് കുണുങ്ങാതെ ഇറങ്ങി പോടാ. അവിടെ എന്താ നിന്റെ പേര്? മത്തായിച്ച. മത്തായിച്ചെന്ന് എന്റെ പേരല്ലേ? നിന്റെ പേരല്ലല്ലോ. ഞാനിവിടുത്തെ വാച്ചറൊന്നല്ലല്ലോ, ഓണറല്ലേ. എനിക്കും പറയാനുള്ള ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. രാമകൃഷ്ണ, ആ പെട്ടികളോടെ രാമകൃഷ്ണല്ല, ബാലകൃഷ്ണൻ. എന്ത് കൃഷ്ണങ്കിലാവട്ടെ, ഇതൊക്കെ അകത്തോണ്ട് സാധ്യമല്ല. അകത്ത് കൊണ്ടുവരാ. അവനിവിടെ താമസിച്ചാൽ ഞാനിവിടെ താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. വേണ്ട, എനിക്കൊരു നിർബന്ധമില്ല. അവനിവിടെ താമസിക്കുന്ന മത്തായിച്ചൻ ഓശാരത്തിനൊന്നല്ലോ, കാശ് എന്നിട്ടല്ലേ. ഓ, അവന്റെ വാടക ഞാൻ തന്നെ തീർന്നല്ലോ. 2 കൊല്ലായില്ലേ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഒരു 10 പൈസ നിന്റെ കൈ കൊണ്ട് എനിക്ക് തന്നിട്ടുണ്ടാ? പോണേ പോയിക്കടാ. പോവും. പോടാ. ഞാൻ പോവോ? ഞാൻ പോവാ. പോണില്ലേ? പോണില്ലേന്ന്? ഇല്ല, പോണില്ല. എന്നിട്ട് ഞാൻ കാശ് തരാൻ പറ്റിച്ചു പോയെന്ന് നാട്ടുകാരോട് പറഞ്ഞു നടക്കാനല്ലേ? 2 കൊല്ലത്തെ വാടക തികച്ച് തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ല അല്ലേ? സത്യത്തില് നിനക്ക് പോക്കറ്റടി ഉണ്ടാ? ഗോപാലകൃഷ്ണ, നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത്? മനസ്സില്ല. അതെന്താ നിനക്ക് മനസ്സില്ലാത്ത? വന്നിട്ടുണ്ടല്ലോ പുതിയൊരുത്തൻ, അവനെ കൊണ്ട് വെപ്പിക്കണം. അത് ശരിയാണല്ലോ. അവനാണെങ്കിൽ മാസം കൃത്യമായിട്ട് വാടകയും തരും, കഞ്ഞിയും വെക്കും അല്ലേ? അത് കൊള്ളാം. അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നും ഇല്ല അല്ലേ? ഓ, നാളെ എന്താ ആഴ്ചയാ? നാളെ വെള്ളി. നല്ല ദിവസമാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിയുടെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കാലത്ത് തന്നെ സ്ഥലം കാലിയാക്ക. അങ്ങനെ ഇപ്പൊ അവനെ കൊണ്ട് വെപ്പിച്ചിട്ട് എന്നെ ഒഴിവാക്കാൻ നോക്കണ്ട. കഞ്ഞി വെക്കാം, പക്ഷെ ചമ്മന്തി അരയ്ക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. വേണ്ട, എന്തെങ്കിലും നിസ്സാരമായിട്ട് തേങ്ങ അരച്ചിട്ടൊരു കൂട്ടാൻ വെച്ചാ. അങ്ങനെ വഴിക്ക് വന്നാൽ എല്ലാവർക്കും കൊള്ളാം. വൃത്തി കാണിക്കരുത്. വൃത്തികേട് നീ കാണാതിരിക്കാനല്ലേ ഞാൻ കഥ കടച്ചത്. ഡാടാ, നീ എന്തിനാണ് പാറാവ് നിൽക്കണേ? മത്താച്ചേട്ടാ, ഇവൻ ഇത്ര നേരം അലക്കിക്കൊണ്ടിരിക്കായിരുന്നു. ഞാൻ കേറാൻ വന്നപ്പോ ഓടിക്കരുതാ. ഒന്നിറങ്ങാൻ പറഞ്ഞേ, എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ. പിന്നെ കക്കൂസിലല്ലേ ഇന്റർവ്യൂ? ഗോപാലകൃഷ്ണ, കുറച്ചേരം പുറത്തിറങ്ങിന്നേ. ഞാനിപ്പോ കയറിയതേ ഉള്ളൂ. മത്താച്ച, എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൈയടത്തരുത്. അവൻ ആവശ്യമുണ്ടായിട്ട് കയറിയിരിക്കുന്നതല്ല. സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. മത്താച്ചേട്ടാ, ഒന്ന് കയറി നോക്കിയേ. പിന്നെ നിന്റെയൊക്കെ മലം പരിശോധിക്കല്ലേ എന്റെ ജോലി. പോടാ ചക്ക അവിടുന്ന്. നിന്നെ നിന്നെ ഞാൻ എന്റെ അമ്മേ, പീഡ ബാലകൃഷ്ണനെ നിന്നെ ശരിയാക്കാൻ പറ്റില്ല. പിടിച്ചു നിർത്തട്ടാ, പിടിച്ചു മതാച്ചേട്ടാ, ഞാൻ പിടിച്ചിട്ടുണ്ട്. വേഗം എണീച്ചു വാ വന്ന് തടി.
നിനക്ക് ഞാൻ തരാടാൻ നിർത്തിയാണ്. എന്നെ അങ്ങനെ ശരിയാക്കാൻ പറ്റില്ല. ഇനി ഞാൻ നീ മലത്തിട്ടതായി എന്റെ പ്രശ്നമില്ല. പിന്നെ മലരില്ല ഞാൻ. മുണ്ട് മുണ്ട് നീ മുണ്ട്. എനിക്ക് പരിചയമൊന്നുമില്ല. ഞാൻ മുണ്ടില്ല. അതല്ല, ഉടുതുണി ഉടുതുണി. തരാൻ പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വരാം. ഹേയ്, പ്രശ്നമൊന്നുമില്ല. ഞങ്ങളൊരു നാടകത്തിന്റെ റിഹേഴ്സൽ നോക്കായിരുന്നു അല്ലേ? അതെ അതെ, ഈ ചവിട്ട് നാടകം. അതെ, ഞങ്ങളുടെ കുട്ടി ആദ്യം ഇതാണ് ആശാൻ. ഞങ്ങളുടെ പുതിയ നാടകമാണേ. ഒന്നുകിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇവരറിയാ അല്ലടാ. കുഞ്ഞെന്തിനാ വന്നേ? നിങ്ങൾ ആരാ ബാലകൃഷ്ണൻ? ഞാനാ ഞാൻ. താനിങ്ങോട്ട് വന്നേ. കണ്ട ഏയ് കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോഴും ഞാൻ മുണ്ടെടുത്തില്ലേ? അയ്യോ അതല്ലെന്നേ, കണ്ടില്ലേ അവന്റെ തന്നിറം? അത് അവന്റെ പെങ്ങളല്ലേ. ഉണ്ട. ഞാൻ പ്ലാനിൽ പോയി നോക്കിയിട്ട് വരാം. കുട്ടി ആദ്യമായിട്ട് വന്നിട്ട് കേട്ടിട്ട് ആരാ മനസ്സിലായില്ല? എന്താ ഇതൊക്കെ? ഹേയ്, ഇതിവിടെ സ്ഥിരമുള്ളതാ, വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. എന്ത് ഈ വഴക്കേ? അതല്ല, നിങ്ങൾ എപ്പോഴെപ്പോഴും ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ എന്തിനാ ബഹളം ഉണ്ടാക്കുന്നേ? ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. സംഭവം ശരിയാ. പിന്നെ പോക്കൃത്തല്ലേ ഇവര് കാണിക്കുന്നത്? ശിവശങ്കര പണിക്കർ എന്ന് പറയുന്ന ഏതോ അലവലാതിയുടെ കുടുംബക്കാർ എന്റെ ജോലിക്ക് അവകാശവും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു പോലും. അന്ന് ഞാനങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലേ ശിവശങ്കര പണിക്കർ ആൾക്കാർ പണ്ടേ എന്റെ ജോലിയും കൊണ്ട് പോയേനെ. എന്നാലേ ജോലി ഇപ്പോഴും ശിവശങ്കര പണിക്കരുടെ അവകാശികൾക്ക് തന്നെയാണ്. മരിച്ചുപോയ ശിവശങ്കര പണിക്കരുടെ മകളാ ഞാൻ, റാണി. ആ ജോലി എനിക്കാ. പോയി പള്ളി പറഞ്ഞാ മതി. ശിവശങ്കര പണിക്കരേക്കാൾ അരമണിക്കൂർ മുമ്പ് മരിക്കുന്നത് എന്റെ അച്ഛനാ. അതുകൊണ്ട് ഫസ്റ്റ് ചാൻസ് എനിക്കാ. ജോലി ആദ്യം കിട്ടിയതും എനിക്ക് തന്നെ. കാണാം ആർക്കാണെന്ന്. കാണാനൊന്നുമില്ല. ഞാൻ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നിലവിന് ഡേറ്റും ടൈമും ഉള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്. ഞാനിപ്പോ വന്നത് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയാനാ. എനിക്ക് ജോയിൻ ചെയ്യാൻ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടാറായതാ. അപ്പോഴാണ് നിങ്ങൾ അവകാശം പറഞ്ഞതിനിടയ്ക്ക് വന്നത്. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു നോ ഒബ്ജക്ഷൻ ലെറ്റർ എഴുതി തരണം. നോ ഒബ്ജക്ഷൻ ലെറ്റർ? അതെ. മനസ്സില്ല. ശരി, ഞാൻ പറയാനുള്ളത് മര്യാദയ്ക്ക് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, എന്നെ തോൽപ്പിച്ചിട്ട് ഈ നാട്ടിൽ ഈ ജോലിയും ചെയ്ത് ജീവിക്കാമെന്ന് കരുതണ്ട. നീ ആരാ? ഇവിടുത്തെ റാണിയോ? അതെ, ഇവിടെ നിന്നല്ല, എവിടെയും ഞാൻ റാണിയാ. ഞാൻ വിചാരിച്ചാൽ ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ പലതും നടക്കും. കണ്ടോ? ഹലോ, ഒന്ന് നിന്നേ. പേരെന്താണെന്നാ പറഞ്ഞു? പറഞ്ഞില്ലല്ലോ. എന്നാലും ഒരു പേര് കാണുമല്ലോ. കാണും. അത് കാണുന്നവരോടൊക്കെ പറയണോ? ദേഷ്യപ്പെടരുത്, മോശപ്പെട്ട പേരാണല്ലേ. പുറത്തു പറയാൻ കൊള്ളാത്ത പേരാണെ പറയണ്ട. ഞാൻ ശിവശങ്കര പണിക്കരുടെ മകളെന്ന് വിളിച്ചോളാം. ശിവശങ്കര പണിക്കരുടെ മകൾക്ക് ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ ഒരു ജോലി കിട്ടണം. അതിന് ബാലകൃഷ്ണൻ ഒരു ലെറ്റർ വേണം. അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. ഇതൊക്കെ അവനോട് പറയുന്നത് എന്തിനാ? എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ ശരിയാക്കി തരില്ലേ. സംശയിക്കണ്ട, ഞാൻ എന്തു പറഞ്ഞാലും അവൻ കേൾക്കും. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന വരുമ്പോ കണ്ടില്ലേ, എപ്പോഴും കളിയും തമാശയും തന്നെ. അവൻ ഈ ജോലിയുടെ ആവശ്യമൊന്നും ഇല്ലെന്നേ. ഇങ്ങനെ വന്ന് കിടക്കേണ്ട കാര്യവുമില്ല. നാട്ടിൽ നല്ല സൗകര്യമുള്ളവനാ. ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടാ പിരിഞ്ഞത്. അതൊന്നും ഒരു കുഴപ്പമില്ലെന്നേ. താൻ ധൈര്യമായിട്ട് പോണം. അവനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് തരുന്ന കാര്യം ഞാൻ ഏറ്റെന്നേ.
ഈ ജോലി തനിക്ക് തന്നെ. ധൈര്യമായിട്ട് പോണം. പോണം. എന്റെ അമ്മേ. ഓ പതുക്കെ തടവടാ എന്റെ അമ്മേ. മത്തായി ചേട്ടാ, 2-3 കൊല്ലമായി ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടുണ്ടോ? എന്തിനാണ് അധികം? ഇന്ന് കിട്ടിയത് പോരെ, നല്ല മുതലല്ലേ. അതല്ലെന്നേ, ഇന്ന് വരെ ഒരു പെണ്ണും എന്നെ തിരക്കി ഇവിടെ വന്നിട്ടില്ല. അതിനെ ആണുങ്ങളെയല്ലേ പെണ്ണുങ്ങൾ അന്വേഷിച്ചു വരുന്നത്. വരും വരും, ഇനിയും വരും. ഒടുവിൽ അവരെല്ലാരും കൂടി ഇവിടെ കയറി താമസിക്കും. മത്തായിച്ചൻ പെരുവഴിയിലും ആവും. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കേണ്ടത് നീയാ. എന്റെ ജാതകത്തിലുണ്ട് ഞാനൊരു കൊലപാതകയാവും. എന്റെ ജാതകത്തിലുണ്ടോ ഞാൻ ഒരു കൊലപാതകയെ കൊല്ലുമെന്ന്? ഒന്ന് മിണ്ടാതിരിക്കടാ, തലയ്ക്ക് സ്വൈര്യം തരില്ല എന്ന് വെച്ചാ. മത്തായിച്ച, ഇവനെ കൊണ്ട് വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വായിക്കണം, അല്ലെങ്കിൽ ഇവന് അവകാശം സ്ഥാപിക്കും. മത്തായിച്ചേട്ടാ, ഞാൻ വാടക എന്നിട്ട് താമസിക്കുന്നത്. ഒഴിഞ്ഞ് മാറാൻ പറയുമ്പോൾ ഒഴിഞ്ഞെരിയും ചെയ്യും. വാടക തരാ താമസിക്കുന്നവന്മാരെയാ സൂക്ഷിക്കേണ്ടത്. ശരിയാ, ഞാൻ വാടക കൊടുക്കുന്നില്ല. പക്ഷെ ഞാൻ വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം. വാക്ക് മാറിയാൽ മത്തായിച്ചന് കേസ് കൊടുക്കാം, പോലീസിനെ വിളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. വാക്ക് മാറുന്നവനല്ല ഞാനും. മത്തായിച്ചേട്ടാ, ഞാൻ ഒപ്പിട്ട് തരാം. എത്ര പേപ്പർ വേണമെങ്കിലും. എന്നാ നീ ഒപ്പിട്. നീ ഒപ്പിട്. നീ ഒപ്പിട്. നീ ഒപ്പിട്. രണ്ടുപേരും വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് വന്നേക്ക്. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? എന്റെ മാതാവേ, ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ? വിളിക്കോ? ഗോപാലകൃഷ്ണൻ. ഇനി നീ ഒപ്പിടും. അവനവൻ കുരുക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പം അയ്യോ, ഒരു പാട്ട് കേട്ടോ. പാട്ടോ? ഒപ്പിടാ ഒപ്പിടാ. ദാ ഇവിടെ. പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം സത്യമായിട്ട് ഞാൻ ഒരു പാട്ട് കേട്ടു. നീയാണോ പാടിയത്? ഇതളവ്, ഇതളവ്. ഒപ്പിടാ. ഒപ്പിടാ ചക്ക. ദേ വരുന്ന അടുത്തത്. ഹലോ, ഉർമിസ്തഫ സാറല്ലേ? അല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? കൊണ്ടുപോയി കൊല്ലോ? സാറേ, എന്റെ ചെമ്മീൻ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ നിന്റെ ചെമ്മീൻ. ഏതാടാ ഈ നാറി? ആര്? ഉർമി സ്തംഭാൻ. നിനക്കറിയോ? എന്താ? പിന്നെ ഉർമിസ്തഫ സാറല്ലേ? സാറ് കിടപ്പാണല്ല. അയ്യോ, കിടപ്പായോ? എന്താ അസുഖം? എന്താ അസുഖം? ഒരാൾ ഉറങ്ങാൻ കിടക്കുന്നത് അസുഖമായിട്ടാണ് സാറേ. സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? ചെമ്മീൻ വർഗീസ് വന്നെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് അത്യാവശ്യമായിട്ട് പുള്ളിയൊന്ന് കാണണം. വളരെ സീരിയസാ. സീരിയസ് ആണല്ലേ? എന്നാ അതേക്കിരി. അല്ല സാറേ, ആര് ചത്തെന്നാ പറഞ്ഞത്? ആരും ചത്തിലിടൂ, താനൊന്ന് വിളിച്ചാ മതി. ചത്തിട്ടില്ലല്ലേ? സീരിയസ് ആണ്. ആർക്കാ സീരിയസ്? സീരിയസോ? ആർക്ക്? എന്താടോ ഇത്? നിങ്ങളല്ലേ പറഞ്ഞ സീരിയസ് ആണെന്ന്? ഏയ്, സാറിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. താൻ എന്താ ഈ രാത്രിയില്? എന്താ കാര്യം? ഫോൺ ചെയ്തപ്പോ സാർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പാതിരാത്രിക്ക് തന്നെ വന്നത്. ഫോൺ ചെയ്തപ്പോഴോ? എനിക്കാരും ഫോൺ ചെയ്തിട്ടില്ലല്ലോ. അയ്യോ, അപ്പൊ ആരാ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ? ചെമ്മീൻ പുഴുങ്ങി തിന്നാൻ. തനിക്കെന്താ ഭ്രാന്തുണ്ടോ? എന്നാൽ ഇയാളായിരിക്കും. കാണാത്ത പറഞ്ഞാലല്ല. തനിക്കിപ്പോ എന്താ വേണ്ടത്? ചരക്ക് ക്ലിയർ ചെയ്യാനുള്ള എല്ലാം ശരിയായിരിക്കാം. സാർ ഇനി ഒപ്പിടുകയേ വേണ്ടു. ഇനിയും താമസിച്ച എന്റെ ചെമ്മീൻ ചീഞ്ഞു പോകും സാർ. താൻ പേപ്പർ എല്ലാം കൊണ്ടുവരാം, കൊണ്ടുവന്നിട്ടാ സാർ. ഒപ്പിട്ട് തരാം. മോള് പോയി ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ് ഡാഡി. ഗുഡ് നൈറ്റ്. ദാ. ഹലോ ഹലോ, ഉർവശി തിയേറ്റേഴ്സ്. മത്തായി ചേട്ടനുണ്ടോ അവിടെ? ആര്? മത്തായി, മത്തായി. എടാ മത്തായി. എന്താ സാറേ? നിനക്കാ ഫോൺ? എനിക്കോ? ഹലോ ഹലോ, മത്തായാണ്. കാട്ടുകുതിരക്ക് എന്താ പറയട്ട്? കാട്ടുകുതിര? സൂര്യസ്വാമിയുടെ കാട്ടുകുതിര. ഇക്കാലത്ത് ആരാണ് സാറേ കുതിരപ്പുറത്ത് പോണത്? ഒരു സ്കൂട്ടർ പോരെ? സ്കൂട്ടറോ? പുതിയതായിരിക്കും അല്ലേ? ഓട്ടോ ഉള്ളതാണോ? പിന്നെ നല്ല ഓട്ടോ അല്ലേ? എന്നാലേ 30-ാം തീയതി ഞങ്ങൾക്കൊന്ന് വേണം. ഒഴിവുണ്ടാവോ? 30-ാം തീയതിയാ? അത് തിങ്കളാഴ്ചയാണല്ല, ഞങ്ങൾക്ക് ഞായറാഴ്ചയാണല്ലോ ഒഴിവ്. അതൊന്ന് തിങ്കളാഴ്ചത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് സാറിനോട് ചോദിക്കണം. എന്താടോ? എന്റെ ഞായറാഴ്ചത്തെ ലീവ് തിങ്കളാഴ്ചത്തേക്ക് ആക്കാൻ പറ്റുമോ? എന്തിനാ?
ഹലോ, എന്തിനാണ്? ഒരു കളി തരായിരുന്നു. സാറേ, ഒരു കളി തരാമെന്ന്. വെച്ചിട്ട് പോടോ. ഇടുമറിയേ, അത് ആരായിരിക്കും ഏത് ഫോണിൽ വിളിച്ചിട്ട് കളി തരാമെന്ന് പറഞ്ഞത്? ദേ ഈ വക വൃത്തിയും പറഞ്ഞ് എന്റെ അടുത്ത് തരുത്. ഇറങ്ങി പോടോ. ഓ. ഇന്നെങ്കിലും എന്റെ ജോലി ശരിയാകണേ. സാർ, ലഡ്ഡു. സാർ, ലഡ്ഡു. ബാങ്കിലെ Good morning, sir. നോക്കിയിട്ട് വേണം കേട്ടോ. അതിനു മുമ്പേ പണം അയച്ചോളാവുന്നേ. ആ പെണ്ണെന്താ അവിടെ കയറി ഇരിക്കുന്നേ? ആ പെണ്ണെന്തിനാ അവിടെ കയറി ഇരിക്കുന്നതെന്ന്? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. എടോ, ആ പെണ്ണെന്തിനാ അവിടെ കയറി ഇരിക്കുന്നതെന്ന്? അതിവിടെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തു? എപ്പോ? ഇന്ന് രാവിലെ. ആരോട് ചോദിച്ചിട്ട്? എടോ, ആരോട് ചോദിച്ചിട്ട്? വൃത്തിയാണ് കാണിക്കുന്നത്. വൃത്തി കാണിച്ചു നിങ്ങളാ? എന്താ കാണിച്ചു തരാം. സാർ, ലഡ്ഡു. എന്തോ തന്നെ ലഡ്ഡു? റാണി സാർ ജോയിൻ ചെയ്തതിന് ലഡ്ഡു. കൊണ്ട് പോടോ ഓർന്നു. നീ അപ്പൊ മധുരം കൊടുത്ത് ഇവിടെ എല്ലാരും മയക്കി വെച്ചേക്കല്ലേ? നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. നിന്നെ മാത്രമല്ല, ഒരുത്തനെ. താൻ ആ മാനേജർ എങ്ങനെ പോയി ചോദിക്കും? ചോദിച്ചോളാം. ചോദിപ്പിക്കേണ്ടവരെ കണ്ടൊക്കെ ചോദിപ്പിച്ചോളാം. ചോദിപ്പിച്ചോളാം. തോന്നിവാസം കാണിക്കാനാണ് സാർ ഈ കസേര കയറിയിരിക്കുന്നത്. എന്താ പ്രശ്നം? എന്റെ ജോലി ആ പെണ്ണിന് കൊടുക്കാൻ സാറിന് ആരാ അധികാരം തന്നത്? നിയമം വിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇല്ലേ? പിന്നെ ചെയ്തതൊക്കെ എന്താ? വ്യക്തമായി സീനിയോറിറ്റിയുള്ള എന്നെ മറികടന്ന് അവൾ ഇവിടെ ജോലി സമ്പാദിച്ചിരിക്കുന്ന അവിഹിതമായ മാർഗത്തിൽ കൂടി മാത്രമാണ്. ഇതിനൊക്കെ നിങ്ങളെ കൊണ്ട് സമാധാനം പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലകൃഷ്ണൻ എന്നല്ല. എനിക്ക് പറയാനുള്ള സമാധാനം എല്ലാം ഇതിലുണ്ട്. ഇത് നിന്റെ ലെറ്റർ അല്ലേ? എന്റെ ലെറ്ററോ? എന്ത് ലെറ്റർ? ഇവിടത്തെ ഈ ജോലി തൽക്കാലം നിനക്ക് ആവശ്യമില്ലെന്ന് നീ എഴുതി കൊടുത്ത ലെറ്റർ. അങ്ങനെ ലെറ്റർ ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. പിന്നെ നിന്റെ കയ്യൊപ്പിൽ എങ്ങനെ വന്നു? നോക്ക്, നിന്റെ ഒപ്പല്ലേ ഇത്? അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം അയ്യോ, ആരാ പാടുന്നത്? പാടുന്നത്? ഒപ്പിട. ഇത് ചതിയാണ്. ഈ ഒപ്പ് മാത്രമേ എന്റെ ഉള്ളൂ, മറ്റൊന്നും എന്റേതല്ല. ഇത് ചതിയാണ്, വൻ ചതി. അതൊക്കെ നീ കോടതി പറഞ്ഞാ. ഈ ഒപ്പ് എന്റേതല്ലെന്ന് ഞാൻ വാദിക്കും. ഇത് നിന്റെ കയ്യൊപ്പ് തന്നെയാണെന്ന് ഞാൻ തെളിയിക്കും. തെളിയിക്കും. ഞാൻ തരില്ല. അതിങ്ങോട്ട് തരണാണ് നിനക്ക് നല്ല. ഞാൻ പറഞ്ഞേക്കാം. ഒന്നും പറയണ്ട. തെളിവല്ലേ? എന്നാ തെളിവ്. ഒറ്റടി മഹാഭാവി. തെളിയിക്കൊന്നല്ലേ പറഞ്ഞത്? തെളിയിക്കേ. എന്നാ തെളിവ്. ആരാ? ജോസഫേ, ഇങ്ങോട്ട് ഓടിവാ. ഇങ്ങോട്ട് ഓടിവാ. എടാ, മര്യാദയ്ക്ക് കടലാസ് ഇങ്ങോട്ട് തരണാണ് എനിക്ക് നല്ലത്. ഇടിച്ച നിന്റെ അവനോട് പേപ്പർ മേടിക്ക്. അവനോട് കടലാസ് മേടിക്ക്. നിങ്ങൾ ഇതിനകത്തോടെ പ്രശ്നം ജീവൻ പോലും തന്നെ പ്രശ്നമില്ല. തരില്ലെന്ന് പറഞ്ഞില്ലേ? അവന്റെ വായി നിന്ന് തോണ്ടി പുറത്തെടുക്കണ. തുപ്പാനല്ലോ പറഞ്ഞു എന്നോട്. ദൈവമേ, തൊലച്ചോ? സാറേ, ഇവന് ഇപ്പൊ തന്നെ കൊണ്ട് വയറിളക്കാൻ മതി, സാധനം കൈ കിട്ടും. പോണാവുന്നു. മിസ്റ്റർ ബാലകൃഷ്ണൻ, ഒന്നും പറയണ്ട. ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. പറയണതൊന്നും വേണ്ട, ഒന്നും പറയണ്ട. എന്നാ അവിടെ നിൽക്കൂ. ഈ നമുക്ക് സംസാരിക്കാനുള്ളത് കോടതി വെച്ച് സംസാരിക്കാം. എന്നെ കുഴപ്പിക്കരുത്. കുഴപ്പിക്കും. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു വിട്ടിട്ട് ആ ജോലി എനിക്കാ. അല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിന്നെ കാണിച്ചു തരാം. അതിനുമുമ്പ് എനിക്ക് വേറൊരുത്തനെ കാണാനുണ്ട്. നിനക്ക് ലെറ്റർ എന്ന പട്ടിയെ. എന്റെ അമ്മ എന്നെ കൊല്ലാൻ വരുന്നേ. അവിടെ നിൽക്കാൻ. കൊല്ലാൻ വരുന്നേ. നീ എങ്ങനെ രക്ഷപ്പെടുള്ളൂ? എന്താണ് കാര്യം? ഒന്നുമില്ല.
എന്താ മത്താച്ചേട്ടൻ മാറിയില്ലേ? മത്താച്ചേട്ടൻ മാറിയിരിക്കാൻ. എന്താ പ്രശ്നം? മത്താച്ചേട്ടാ, എന്റെ ചോറിനവൻ പാര വെച്ചിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചല്ലേ വെള്ള പേപ്പർ ഒപ്പിട്ടെന്ന്? എന്റെ ഒപ്പിന് മേലെ എനിക്ക് ജോലി വേണ്ട, ഇഷ്ടമുള്ളവർ കൊടുത്തു. ഇവൻ ഈ തെണ്ടി. ബാലകൃഷ്ണൻ, നീ അങ്ങനെ മാറി നിൽക്കാൻ പറഞ്ഞില്ലേ? മത്താച്ചേട്ടൻ മാറിയില്ലേ? മത്താച്ചേട്ടൻ മാറാൻ. ഞാൻ പറയട്ടെ. മത്താച്ചേട്ടാ, ഇവനെ ഞാൻ കൊല്ലാതെ വിടുന്നതേ ഞാൻ ജയിലിൽ പോകുന്നു മേടിച്ചിട്ടല്ല. ഒരു ദിവസമെങ്കിലും ഈ ജോലിക്കാരനായിരിക്കുന്നു ഒറ്റ ആഗ്രഹം കൊണ്ടാ. അല്ലെങ്കിൽ ഇവനെ പോയി ഇപ്പോ ഞാൻ പിന്നെ പറയാം. കാണിച്ചു തരാനാ, കാണിച്ചു തരാൻ ഞാൻ. ഒരു ഒറ്റ ഇടിയ വെച്ചിട്ടുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. ഗോപാലകൃഷ്ണ, നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.